പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും വീട്ടിലിരുന്ന് ആകെ ബോറടിച്ച് കാണും എന്ന് കരുതുന്നു. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മാസ്ക്. മാസ്ക് ഇല്ലാതെ ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. മാസ്ക് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 11 ഇഞ്ച് സമചതുരത്തിലുള്ള ഒരു തുണി, ടേപ്പ്, കത്രിക, സൂചി, നൂല്. കൂടാതെ നമുക്ക് ആദ്യം ഈ മാസ്ക് നിർമ്മിക്കുന്നതിന്റെ ഒരു പാറ്റേൺ വെട്ടിയെടുക്കണം. അതിനാവശ്യമുള്ള ഒരു ചാർട്ട് പേപ്പറും നമുക്ക് ആവശ്യമുണ്ട്. അത് 5.5 ഇഞ്ച് സമചതുരത്തിലുള്ള ഒരു പേപ്പറാണ് ആവശ്യം അതിനുള്ളത്. ഒരു പാറ്റേൺ വെട്ടിയെടുക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം. ആദ്യം 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെയും 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഈ സൈഡിലേക്കും 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇങ്ങനെ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം നമ്മളിങ്ങനെ യോജിപ്പിക്കുക. നമുക്കിത് കോമ്പസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. 5 ഇഞ്ച് അളന്നെടുത്ത് ഇങ്ങനെ വരച്ചാലും മതി. അതിനുശേഷം ഇത് വെട്ടിയെടുക്കുക. നമുക്ക് മാസ്ക് നിർമ്മിക്കാൻ ആവശ്യമുള്ള പാറ്റേൺ കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ള 11 ഇഞ്ച് സമചതുരത്തിലുള്ള തുണി എടുക്കുക. ഈ തുണി നമ്മൾ ആദ്യം 4 മടക്കുക. 4 മടക്കിയതിന് ശേഷം ഈ പാറ്റേൺ തുണിയിലേക്ക് വയ്ക്കുക. ഇത് ഒപ്പം വെച്ച് നമ്മൾ വരച്ച് ഇത് വെട്ടിയെടുക്കുക. ഇനി ഇത് വരച്ച് വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് സൗകര്യം ഒരു പിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കും. ഇത് നിവർത്തി നമുക്ക് വൃത്തത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ ഭാഗം മുറിച്ച് നീക്കാം. മുറിച്ചതിന് ശേഷം തുണിയുടെ നല്ല ഭാഗം ഇതാണ് ഇതിന്റെ നല്ല വശം. ഈ നല്ല വശവും ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ് നല്ല വശം. അപ്പം ഇത് രണ്ടും കൂടി ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ മുതൽ തുന്നാൻ ആരംഭിച്ച് ഈ വൃത്തം ഇതുപോലെ തുന്നി പൂർത്തിയാക്കുക. നമുക്ക് തുന്നാം. സൂചി നൂല് കോർത്ത് എടുക്കുക. അതിനുശേഷം
ബാക്ക് സ്റ്റിച്ച് ഇട്ട് തുന്നി ഉറപ്പിച്ച് രണ്ട് മൂന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇടും. നമ്മൾ തുന്നുമ്പോൾ എപ്പോഴും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് നീക്കിയിട്ടിട്ട് വേണം തുന്നാനായിട്ട്, അല്ലെങ്കിൽ ഇത് വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇത് തുന്നി പൂർത്തിയാകാറായി. തുന്നി പൂർത്തിയാക്കുമ്പോൾ ഈ അരിഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് ഇട്ട് തുന്നി ഈ ലാസ്റ്റിക് ഇട്ടിട്ട് അവസാനിപ്പിക്കണം. ഇട്ടിട്ട് അവസാനിപ്പിച്ചു. ഇനി ഇതിന് ശേഷം നമ്മൾ നൂല് മുറിച്ച് നീക്കിയതിന് ശേഷം ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം ഈ അറ്റത്ത് നിന്ന് 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ തുന്നി തുടങ്ങണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് തുന്നി ഈ അറ്റത്തുനിന്ന് 2 സെന്റിമീറ്റർ അകത്തി തുന്നൽ അവസാനിപ്പിക്കുക. കാരണം നമുക്ക് മാസ്കിന് ഒരു നാട പിടിപ്പിക്കേണ്ടതുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ നാടയാണ് നമ്മൾ പിടിപ്പിക്കുക. അതിന് ഉള്ള ഗ്യാപ്പാണ് ഈ 2 സെന്റിമീറ്റർ നമ്മൾ തള്ളിയിടുന്നത്. ഇവിടെ നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കും. നമ്മൾ നൂല് മുറിച്ച് നീക്കിയതിന് ശേഷം നമ്മൾ മറച്ചെടുക്കും. നമുക്ക് 2 സൈഡും ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഈ 2 ഭാഗം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗം 2 ഭാഗത്തേക്ക്
വെച്ചാൽ ഒരുപോലെ ഇരിക്കും. ഇനി ഇതിന് ശേഷം ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് തുണീനെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുക. അതുപോലെ ഈ സൈഡിൽ അതിനുശേഷം നമ്മൾ ഈ ലാസ്റ്റിക്കിൻ്റെ നാട അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് തുന്നുന്നു. നൂല് കഴിഞ്ഞു. അപ്പം നമുക്ക് നൂല് വേറെ കോർത്തെടുക്കാം. തുന്നാൻ തുടങ്ങാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടാണ് തുന്നുന്നത്. നമ്മൾ മെഷീനിൽ തയ്ക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നന്നായി കെട്ടിട്ട് ഉറപ്പിച്ച് തയ്ക്കുക. മെഷീനുള്ളവർക്ക് മെഷീനിൽ ചെയ്യാം. മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കൈകൊണ്ട് തുന്നി കാണിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും മെഷീൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് കൈകൊണ്ട് തുന്നി കാണിക്കുന്നത്. ലാസ്റ്റിക്ക് തുന്നുമ്പോൾ നല്ല ഉറപ്പിൽ തന്നെ തുന്നണം. കാരണം എപ്പോഴും നമ്മുടെ ചെവിയുടെ മേലേക്ക് നമ്മൾ കടത്തി ഇടാനായിട്ട് വലിച്ച് എടുക്കുന്നതാണ്. അപ്പം നല്ല ഉറപ്പുണ്ടാവണമെങ്കിൽ നല്ല ഉറപ്പിൽ തന്നെ തുന്നിയെടുക്കണം. ഈ ഭാഗം തുന്നി കഴിഞ്ഞു. നമ്മൾ ഇവിടെ നമുക്ക് കെട്ടിട്ട് അവസാനിപ്പിക്കാം. ഉള്ളിൽ 2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ അതവിടെ കെട്ടായി നമുക്ക് നൂല് മുറിച്ച് മാറ്റാം. ഇപ്പം നമ്മൾ മാസ്ക് തുന്നി കഴിഞ്ഞു. നമ്മുടെ മാസ്ക് തുന്നല് പൂർത്തിയായി. ഇനി നമുക്ക് ഇത് ധരിച്ചാൽ എങ്ങനെയാണ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നോക്കാം. മാസ്ക് നിർമ്മാണം പൂർത്തിയായി. ധരിച്ചത് നിങ്ങൾക്ക് ഈ മാസ്കിൻ്റെ നിർമ്മാണം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതേ രീതിയിൽ തുന്നി നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ അളവിലും ഇട്ട് കുറച്ച് കൂടുതലാണ് ആവശ്യമെങ്കിൽ നമ്മൾ 5 ഇഞ്ച് എടുത്തത് 5.5 ഇഞ്ച് എടുക്കുക. കുറച്ച് അതിനേലും ചെറുതാണ് നമുക്ക് ആവശ്യമെങ്കിൽ 5 ഇഞ്ച് എന്നുള്ളത് 4.5, അല്ല അതിലും ചെറുതാണെങ്കിൽ 4 ഇഞ്ച്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഈ മാസ്ക് നിർമ്മിച്ച് നോക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള മാസ്ക് നിങ്ങൾ തന്നെ നിർമ്മിച്ച് സ്വയം പര്യാപ്തരാവാനായിട്ട് ഇതോടുകൂടി നമുക്ക് സാധിക്കും. താങ്ക് യു.